എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ. ഒരു കാരണത്ത് അടികിട്ടിയാൽ മറുകാരണം കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. എനിക്കെതിരെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എഴുതാം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി മുറിയിൽ ആ വാക്കുകൾ വീണപ്പോൾ അവിടെ കൂടിയവർ ഒന്ന് ഞെട്ടി. ചോര മരവിക്കുന്ന ഇരട്ടക്കൊലപാതക കുറ്റം തെളിഞ്ഞിട്ടും പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ പിടിക്കപ്പെട്ടിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരൊറ്റ വര പോലും വീണില്ല. വന്യമായ അട്ടഹാസത്തോടെ കോടതിയെ വെല്ലുവിളിച്ചു നിന്നത് മറ്റാരുമായിരുന്നില്ല, കേരളത്തെ ഒന്നാകെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയായിരുന്നു. അത് ചെന്താമര എന്ന ലോറി ഡ്രൈവറുടെ മനസ്സിൽ പകയുടെയും ചോരക്കൊതിയുടെയും വിത്തുകൾ പാകിയത് കടുത്ത അന്ധവിശ്വാസങ്ങളായിരുന്നു. തന്റെ കുടുംബം തളർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന ഏതോ ഒരു ജോത്സ്യന്റെ വാക്ക് കേട്ട അയാൾ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. അതോടെ തൊട്ടടുത്ത വീട്ടിലെ സജിത എന്ന സ്ത്രീയെ അയാൾ സംശയ കണ്ണുകളോടെ നോക്കാൻ തുടങ്ങി. തന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കണമെന്ന ഭ്രാന്തമായ ചിന്ത ഒടുവിൽ 2019 ഓഗസ്റ്റ് 31 ഒരു അരുങ്കൊലയിൽ കലാശിച്ചു. വീട്ടിലെ മറ്റാരുമില്ലാത്ത നേരം നോക്കി സജിതയുടെ കഴുത്തറത്ത് അയാൾ ചോര കുടി തീർത്തു. അന്ന് പോത്തുണ്ടിയിലെ അകലമല കാടുകളിലേക്ക് ഓടി ഒളിച്ച ചെന്താമരയെ ദിവസങ്ങൾക്കൊടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ അമ്മയുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി കുടിക്കുമ്പോഴാണ് പോലീസ് വലയിലാക്കിയത്. വിയ്യൂർ ജയിലിൽ കിടന്ന അയാൾ കേസിന്റെ വിചാരണ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2024 നവംബറിൽ കോടതിയിൽ നിന്ന് കടുത്ത വ്യവസ്ഥകളോടെ ജാമ്യം ഒപ്പിച്ചു. നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കർശന ഉത്തരവ് അപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ നിയമത്തെ പുച്ഛിച്ചു തള്ളിയ ചെന്താമര താൻ കൊലപ്പെടുത്തിയ സജിതയുടെ ഭർത്താവ് സുധാകരന്റെ വീടിന് തൊട്ടടുത്ത് വന്ന് രഹസ്യമായി താമസമാക്കി. അയാൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് കാണിച്ച് സുധാകരനും മകൾ അഖിലയും നെന്മാറ പോലീസിന്റെ പടികേറി പലവട്ടം പരാതി നൽകി. പക്ഷേ സ്റ്റേഷനിൽ പ്രതിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പില്ലെന്ന ബാലിശമായ ന്യായത്തിൽ പോലീസ് ആ പരാതികൾ ചവറ്റുകുട്ടയിൽ കളഞ്ഞു. പോലീസിന്റെ മാരകമായ അനാസ്ഥയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത് 2025 ജനുവരി 27 ആ തിങ്കളാഴ്ചയായിരുന്നു. പോത്തുണ്ടി ഗ്രാമത്തെ നടുക്കിക്കൊണ്ട് ഉയർന്ന ആ നിലവിളി ഇന്നും നെന്മാറക്കാരുടെ കാതുകളിൽ ഭയത്തോടെ മുഴങ്ങുകയാണ്. അന്ന് രാവിലെ 10 മണി നെന്മാറ ടൗണിൽ കാത്തുനിന്ന മകൾ അനഘയുടെ അടുത്തേക്ക് പോകാൻ സുധാകരൻ തന്റെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് കാത്തുസൂക്ഷിച്ച കൊടുവാളുമായി ചെന്താമര ചാടി വീണത്. കഴുത്തിലേറ്റ മാരകമായ വെട്ടുകളടക്കം 6 തവണയാണ് അയാൾ സുധാകരനെ വെട്ടിപ്പിളർത്തിയത്. നിലവിളി കേട്ട പ്രായമായ അമ്മ ലക്ഷ്മി ഓടിയെത്തിയപ്പോൾ ആ നരാധമന്റെ കണ്ണ് കൂടുതൽ വന്നു. ആ അമ്മയുടെ ശരീരത്തിൽ 16 ഇടങ്ങളിലാണ് അയാൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. സുധാകരൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്കുള്ള വണ്ടിയിൽ കിടന്ന് ആ അമ്മയും ജീവൻ വെടിഞ്ഞു. ചോരക്കളിക്ക് ശേഷം കൊടുവാളും ഫോണും ഉപേക്ഷിച്ച് പോലീസിനെ വഴിതെറ്റിക്കാൻ ഒരു പാതി കാലിയാക്കിയ വിഷക്കുപ്പിയും അവിടെ വെച്ച് അയാൾ വീണ്ടും പോത്തുണ്ടി വനമേഖലയിലേക്ക് ഓടിമറഞ്ഞു. പാലക്കാട് SP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ 100-ലധികം പോലീസുകാർ കാടടച്ച് തിരച്ചിൽ ആരംഭിച്ചു. റോഡുകൾ വനത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ചെന്താമര പോലീസിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ 36 മണിക്കൂർ നീണ്ട ഉദ്യോഗജനമായ തിരച്ചിലിനൊടുവിൽ കാടിലെ കെണിയിൽ നിന്ന് പ്രതി പിടിയിലായി. BNS സെക്ഷൻ 103, BNS സെക്ഷൻ 331 എന്നീ കടുത്ത വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. പിടിയിലായ ശേഷവും തെല്ലും കൂസലില്ലാതെ ചോദ്യം ചെയ്യലൊക്കെ പിന്നെയാകാം, എനിക്ക് ചോറും ചിക്കൻ കറിയും വേണം എന്നാവശ്യപ്പെട്ട ചെന്താമരയ്ക്ക് പോലീസ് നൽകിയത് ഇഡലിയും ഓംലേറ്റുമായിരുന്നു. തന്റെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും സ്വന്തം ഭാര്യയും മകളുമടക്കം ഇനിയും 3 പേര് കൂടി ഉണ്ട് എന്ന ഭാവഭേദമില്ലാതെ അയാളുടെ വെളിപ്പെടുത്തൽ കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിക്കും മരവിച്ചു പോയി. അതേസമയം പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടിയെടുക്കാത്ത ഗുരുതര വീഴ്ചയുടെ പേരിൽ നെന്മാറ SHO മഹേന്ദ്ര സിംഹനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇനിയും അയാൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളെയും കൊല്ലും, അയാളെ കൊന്നു തരുമോ ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞ് സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ രംഗം കണ്ടു നിന്നവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. വിധി പ്രസ്താവനത്തിന് ശേഷം കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ചെന്താമരയുടെ മുഖത്ത് തെല്ലും കുറ്റബോധമുണ്ടായിരുന്നില്ല. കനത്ത പോലീസ് സ്റ്റേഷനിൽ അയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനായി വരാന്തയിലേക്ക് നയിച്ചു. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വണ്ടിയിലേക്ക് അയാളെ കയറ്റി ഡ്രൈവർ കീ തിരിച്ചെങ്കിലും വിരോധാഭാസം എന്ന് പറയട്ടെ ആ വണ്ടി അപ്പോൾ തന്നെ പണി മുടക്കി. കോടതി വരാന്തയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ നോക്കി നിൽക്കെ ഒടുവിൽ പോലീസുകാർക്ക് ആ സർക്കാർ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കേണ്ടി വന്നു. 2 നിരപരാധികളുടെ ജീവനെടുത്ത ക്രൂരനെ ചുമക്കാൻ ആ വണ്ടി പോലും വിസമ്മതിച്ചതുപോലെ തോന്നിപ്പിച്ചു ആ രംഗം. നിയമം അതിന്റെ അന്തിമമായ വിധിപ്പകർപ്പിലേക്ക് കടക്കുകയാണ്. 2 മനുഷ്യരെ വെട്ടിപ്പടർന്നിട്ടും ഒടുവിൽ ഗാന്ധിജിയെ പോലും പരിഹസിച്ച ഈ കൊടും ക്രിമിനലിന്റെ കഴുത്തിൽ മരണക്കയർ വീഴുമോ അതോ ജീവപര്യന്തത്തിന്റെ ഇരളറ അയാളെ വിഴുങ്ങുമോ? വരാനിരിക്കുന്ന ജൂലൈ 15-നാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഈ നരാധമനുള്ള അന്തിമ ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും ആത്മാക്കൾക്ക് നീതി ലഭിക്കുന്ന ഈ വിധിക്കായി കേരളക്കര ഒന്നാകം കാത്തിരിക്കുകയാണ്.